കോതമംഗലം KSRTC ടെർമിനൽ പച്ചപ്പിലേക്ക് ചുവടുവെക്കുന്നു. ബസ് സ്റ്റാൻഡിന്റെ മേൽക്കൂരയിലാണ് പച്ചക്കറി കൃഷിത്തോട്ടം ഒരുങ്ങുന്നത്. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ആരംഭിച്ച മട്ടുപ്പാവ് കൃഷി മറ്റ് KSRTC ടെർമിനലുകൾക്കും മാതൃകയാണ്. നഗരകേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന KSRTC ഡിപ്പോ മറ്റ് കാര്യങ്ങൾക്ക് കൂടി ഫലപ്രദമാക്കാം എന്ന ചിന്തയിൽ നിന്നാണ് മട്ടുപ്പാവ് കൃഷി എന്ന ആശയം രൂപം കൊണ്ടത്. മാലിന്യ സംസ്കരണം ആവശ്യമുള്ള പ്രധാന മേഖലയാണ് KSRTC ടെർമിനൽ. മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഫലവൃക്ഷങ്ങളും ചെടികളും കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോതമംഗലം KSRTC ടെർമിനലിന്റെ മുകൾ വശത്തായി മട്ടുപ്പാവ് പച്ചക്കറി കൃഷി തുടങ്ങിയത്. HSS പുതുപ്പാടി സ്കൂളിന്റെ സഹകരണത്തോടെയാണ് KSRTC ജീവനക്കാർ മട്ടുപ്പാവിൽ കൃഷി നടത്തി വരുന്നത്. തക്കാളി, വെണ്ട, വഴുതന, മുളക് തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷിയുടെ ഭാഗമായിട്ടുള്ളത്. സ്പോൺസർമാരെ കണ്ടെത്തി പദ്ധതി വിപുലീകരിക്കുമെന്നും KSRTCയിൽ പുതിയ സംസ്കാരം വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മാലിന്യമുക്ത കോർഡിനേറ്റർ പ്രീത് സി പോൾ പറഞ്ഞു. പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത്. അതിന് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ജീവനക്കാർ തന്നെയാണ്. ഇനിയും കൂടുതൽ വിപുലപ്പെടുത്താൻ നല്ല നല്ല സ്പോൺസർമാരെ കിട്ടിയാൽ ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഒരു പുതിയ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക KSRTCയിൽ എന്നൊരു ലക്ഷ്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഇവിടെ മാലിന്യമുക്ത ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർമാരുണ്ട്. അവർ സജീവമായ പ്രവർത്തനങ്ങളിനകത്ത് വരുന്നു. അവർ സമയം കണ്ടെത്തി പരിമിതമായ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർ സമയം കണ്ടെത്തി നല്ല രീതിയിൽ ഈ പദ്ധതി വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. മാലിന്യം കുറയ്ക്കാനും നഗരത്തിന് കൂടുതൽ പച്ചപ്പേകാനും സുരക്ഷിതമായ ജൈവ പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള കോതമംഗലം KSRTCയുടെ പുതിയ ശ്രമം വിജയകരമാകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. അമൃത ന്യൂസ്, കൊച്ചി.